ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ KTയോട് സൊറ പറയാന്നുള്ള ഇത് നമ്മളാ കൂട്ടായ്മയുടെ ഗ്രൂപ്പിലിങ്ങനെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും എന്നെ വിളിക്കുമോ അതൊക്കെ കരുതി ഞാൻ നിൽക്കരുത്. അപ്പോഴാണ് നിങ്ങൾ അന്ന് നമ്മളെ കണ്ടപ്പോൾ വിളിച്ചത്. വിഷ്ണു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. സത്യത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ കാണണം വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലായിട്ട് ഞാൻ അങ്ങനെ പറയാതിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വരണം. കാരണം നമ്മൾ ഒരാളോട് അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ നമ്മൾ വന്ന വഴികളും അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയാണെങ്കിൽ അതൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ വലിയൊരു കോൺഫിഡൻറ്റിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരികയാണ്, അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും വലിയ സന്തോഷങ്ങൾ എന്നെ വിളിച്ചതിൽ. കാരണം നമ്മളെപ്പോലുള്ളൊരു കലാകാരനെ പരിഗണിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അവാർഡാണ്. അപ്പോൾ അതിന് വലിയ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഓക്കെ. പിന്നെ തുടങ്ങ് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ബുദ്ധിമുട്ടാവും പിന്നെ അത് എഡിറ്റിംഗ് ടൈമിൽ. ആ തുടക്കത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ടതിൻ്റെ പരിണിത ഫലമായിട്ട് എനിക്കവിടെയും ഈ ഒരു സമയത്തിനുള്ളിൽ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. കലാഭവൻ മണി പറഞ്ഞ പോലെ, കലാഭവൻ മണിയുടെ ഡയലോഗുണ്ട്, അച്ഛൻ കളച്ച മണ്ണൊക്കെ ഞാൻ വാങ്ങിയെന്ന് പറയില്ലേ. അച്ഛൻ പണിയെടുത്ത സ്ഥലങ്ങളിൽ ഒരു 20 സെൻറ്റിനടുത്ത് ഈ ഒരു സ്ഥാപനത്തിലൂടെ കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. ഒരു വണ്ടി 2 വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വരുമാനത്തിൽ ഒരു നിശ്ചിത തുക എപ്പോഴും പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പാവപ്പെട്ടവനല്ല എന്നല്ല, ഇപ്പോഴും ഞാൻ പാവപ്പെട്ടവൻ തന്നെയാണ്. വലിയ പണക്കാരനല്ല, വീടൊന്നും അങ്ങനെ വലിയ ഇതിലൊന്നും അല്ല. ഇപ്പോൾ ഞാൻ സ്ഥാപനം തുടങ്ങുമ്പോൾ കിട്ടിയ ആദ്യത്തെ അഡ്മിഷൻ ഫീസ് കൊടുത്തത് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിലേക്കാണ്. അന്ന് തുടങ്ങിയ റഹീസുമായിട്ടുള്ള ഇവിടുത്തെ എടത്തനാട്ടുകര പാലിയേറ്റീവായിട്ട് ബന്ധമൊന്നുമില്ല. പല രോഗികൾക്കും വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിൽക്കാതെ നിന്ന് പാടിയിട്ട് 1 ലക്ഷം രൂപ, ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ട്രെൻഡായിട്ടുണ്ടാവും. 1 ലക്ഷം രൂപ ഞാനൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതലാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ നാട്ടുകാർ വിഷ്ണു ഇതിനൊക്കെ വില്ലിങ് ആണ്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അവന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം നമ്മളെ സ്ഥാപനം എല്ലാവരും ഏറ്റെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്വാർത്ഥനാണെങ്കിൽ ഒരിക്കലും ഒരു സ്ഥാപനം വിജയിക്കില്ല. ഇപ്പോൾ വിഷ്ണു എന്നുള്ള വ്യക്തി, വിഷ്ണു അലനല്ലൂർ എന്നുള്ള വ്യക്തിനെ നാട്ടുകാർക്കിടയിൽ അറിയുന്നുണ്ടെങ്കിൽ ഒരു കലാകാരനായതുകൊണ്ട് മാത്രമല്ല, ഡീൽ അക്കാഡമി നടത്തുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇത് ശരിക്ക് സിനിമയിൽ കേട്ടൊരു ഡയലോഗ് മാതിരിയാണ്. അത് പിന്നെ കലാമണി പറഞ്ഞ സംഭവം വെച്ചിട്ട് ചെയ്തത് വളരെ വളരെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അല്ലേ? ഓക്കെ. നമ്മുടെ ഈ ഡീല് അക്കാഡമിയിൽ പിന്നെ റിസൾട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു തുടക്കം, അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലെങ്ങനെയാണ്? MLA MP ഉൾപ്പെടെ നമ്മളെ പരാമർശിച്ചൊരു കാര്യം, പാലക്കാട് ജില്ലയിൽ തന്നെ ട്യൂഷൻ സെൻ്ററുകളുടെ എണ്ണം നോക്കുമ്പോൾ, കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ ഈ ഒരു പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന സ്ഥാപനം നമ്മളെ സ്ഥാപനം. അത് നമ്മളെ MP ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമാണ്. പാലക്കാട് ശ്രീകണ്ഠൻ സാറടക്കം പറഞ്ഞൊരു കാര്യം. അത് നമ്മളെ നാട്ടിൽ നമുക്കിപ്പോൾ ഈ ഒരു കമ്പയറിങ് ആണല്ലോ പറ്റുക. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ ഒരു 12 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ വാങ്ങിക്കൊടുക്കുന്നത്, A+ വാങ്ങിക്കൊടുക്കാൻ ഒരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് ട്യൂഷൻ സെൻ്ററുകൾക്ക് മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഒന്ന്, കുട്ടികൾക്ക് അതിനുള്ള കഴിവാണ്. 2, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്രയോ 9ഓളം മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെലവിടുന്ന സ്കൂളിലെ അധ്യാപകരുടെ കഴിവാണ്. 3, അവിടുത്തെ നല്ല രക്ഷിതാക്കളും ഉണ്ടാകണം. എന്നാലേ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. 1.5 മണിക്കൂർ ട്യൂഷൻ കൊടുത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ പിന്നാലെ നടന്ന് അവർക്ക് വേണ്ടി ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ട് മാത്രം കുട്ടി രക്ഷപ്പെടില്ല. ഈ ഒരു 3 ഘടകങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ഒരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ A+ ഈ ഒരു ഡീലിന് എപ്പോഴും കിട്ടാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അത് നമ്മളെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഈ 3 ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ്. പഠനം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി ഇന്ന വിഷയത്തിലാണ് പെർഫെക്റ്റ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ മതി എന്നുള്ളത് പേരൻസുമായി സംസാരിക്കുകയോ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വല്ല ഹെൽപ്പും ചെയ്യാറുണ്ടോ? അക്കാഡമി എന്നുള്ള രൂപത്തിലല്ലാതെ നമ്മളെ ഡീലിൽ പഠിച്ചു പോയ കുട്ടികളെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്താറുണ്ട്. ഇപ്പോഴും ആ കുട്ടികൾ നമ്മളോടുള്ള കമ്മിറ്റ്മെൻ്റ് അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. മാഷ് ഭയങ്കര ഇതാണ്, സ്ട്രിക്റ്റാണ്, മാഷ് എപ്പോഴും ഉപദേശം അങ്ങനെയൊക്കെ നോക്കുന്ന കുട്ടികളാണ്. പക്ഷേ പഠനം കഴിഞ്ഞു പോയാലാണ് കുട്ടികൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാറുള്ളത്. ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, പല കുട്ടികളെയും ഡിഗ്രി പഠനം വരെ പല കുട്ടികൾക്കും ഞാൻ സാമ്പത്തികമായിട്ട് ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഡീലിൽ പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ പഠനത്തിനൊക്കെ ഇപ്പോഴും സപ്പോർട്ട് കൊടുക്കലുണ്ട്. ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ അടക്കം പല കുട്ടികൾക്കും ഈ ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഡീലിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളെ പല ആളുകളും ഇപ്പോഴും നന്നായിട്ടുള്ള, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ അറിയോ, ഡീലക്കാട് നമ്മളെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 502 കുട്ടികളുണ്ടല്ലോ, അതിൽ പകുതിയോളം കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ അനിയനോ അനിയത്തിമാരായിരിക്കും. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ്. അങ്ങനെയുള്ളൊരു സപ്പോർട്ടും അവർക്കുള്ളൊരു പിന്തുണയും നമ്മൾ കൊടുക്കാറുണ്ട്. പല സ്ഥാപനങ്ങളുമായിട്ട് പെരിന്തൽമണ്ണ പോലുള്ള വലിയ എൻട്രൻസ് കോച്ചിങ് സെൻ്ററായിട്ടുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് നമ്മളെ ഡീലിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് എൻട്രൻസ് ക്ലാസ്സുകൾ, ഹയർ സ്റ്റഡീസിന് പോകാനുള്ളൊരു സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കാറുണ്ട്. കോഴിക്കോട് പോലുള്ള സ്ഥാപനം, അവിടെയൊക്കെ നമ്മളെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. നമ്മളെ ഡീലിൽ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഫീസ് കുറച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചില കുട്ടികൾ സൗജന്യമായിട്ട് തന്നെ ചില സെൻറ്ററുകൾ പഠിപ്പിക്കാറുണ്ട് നമ്മളെ ഇടപെടലിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തിരിച്ചും നമുക്ക് രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആരെ മറന്നാലും വിഷ്ണു മാഷിനെ മറക്കൂല എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതൊക്കെ ചെയ്ത് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന് വേറെന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. സത്യത്തിൽ ഞാൻ പറയണത്, എനിക്ക് പ്രതീക്ഷിക്കാത്തൊരു ജീവിതമാണ് നാട്ടുകാരും പടച്ചവനും ദൈവമൊക്കെ തന്നത്. എത്രത്തോളം ഈ ജീവിതത്തിന് ഞാൻ ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടുപോകേണ്ട, എത്രത്തോളം സന്തോഷവാനാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഇങ്ങനെയൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഞാൻ ഇമോഷണലാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ. കാരണം ഒരു വീട്ടിൽ കയറിയിട്ട് TV കാണാൻ പോലും അവസരമില്ലാത്ത കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള കാലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് പല വേദികളിൽ നിന്നും. ഒരു സ്റ്റേജ് കാണുമ്പോൾ ഈ അവിടെ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് മാറ്റി നിർത്തിയ കാലഘട്ടമുണ്ട്. പല സ്കൂളുകളിലൊക്കെ അവിടെ പരിപാടി നടക്കുമ്പോൾ അവിടെ പുറത്ത് നിന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ഇന്നെ കയറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ നേരം നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഈ ഒരു സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്കൂളുകളിലും ഞാൻ മുഖ്യ അതിഥിയായിട്ട് പോയി. ഇതിനേക്കാൾ വലിയൊരു ഞാനൊരു സിനിമാ നടനാവണമെന്നോ അല്ലെങ്കിൽ TV ഒരു സെലിബ്രിറ്റി ആവണമെന്നോ അങ്ങനെയൊന്നും ഞാൻ വലിയൊരു മോഹം കണ്ടിട്ടില്ല. ഈ ഒരു നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു സ്റ്റേജ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരു പരിധി വരെ എനിക്കൊരാഗ്രഹം എന്താ വെച്ചാൽ, ഒരു സ്വന്തമായിട്ട് വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. അത് വലിയ നടക്കണമെന്നോ നടക്കണ്ടെന്നോ നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം പ്രാഥമിക വിദ്യാലയം നടത്തണം. അതിൻ്റെ സ്വപ്നമാണ്, നടക്കുമെന്നറിയില്ല. അങ്ങനെ ഒരു സ്കൂള്, ഒരു വിദ്യാലയം തുടങ്ങണം. ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറേ പാവപ്പെട്ട കുട്ടികളെ ഒരു ഫീസോ ഒന്നും വാങ്ങാതെ ആ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, കാരണം ഇംഗ്ലീഷ് എന്നുള്ള സാധനം നന്നായിട്ട് വേണം ഈ ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ കൂടെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഭാഷ എല്ലാം വേണം. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഫീസ് കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ട് മനസ്സിൽ. അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് വേറൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല കേട്ടോ അത്. വിഷ്ണുവിൻ്റെ സംസാരങ്ങളിലൊക്കെ നല്ല രസകരമായിട്ടുള്ള വിവിധ ഭാഷകൾ കടന്നു വരും. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്താണ്? എൻ്റെ പേര് വിഷ്ണു ആണെങ്കിൽ ഞാൻ പലപ്പോഴും ഞാൻ ഉമ്മ എന്ന് പറച്ചിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ അച്ഛനും രാവിലെ 5 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പണിക്ക് പോകും. ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, ഞാനും എൻ്റെ പെങ്ങന്മാരും ഒറ്റയ്ക്കായിരിക്കും. അപ്പം ഞാൻ കൂടുതൽ സമയം നിന്നിട്ടുള്ളത് തൊട്ടപ്പുറത്തുള്ള എൻ്റെ കളിക്കൂട്ടുകാർ റിയാസ് എന്ന് പറയും, അവൻ്റെ വീട്ടിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മാവേലിയാണ്, സ്കൂളിലേക്ക് പോകാത്ത ആളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിയാസിൻ്റെ വീട്ടിലായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോടെല്ലാവരും ചോദിക്കും, ഈ എന്താ ഇങ്ങനത്തെ ഭാഷ സംസാരിക്കുന്നത്? ഞാൻ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഇങ്ങനത്തെ വാക്കുകളാണ് ഞാൻ പറയാറുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫ് കൂടുതലും ഞാൻ ചിലവഴിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ്, റിയാസിൻ്റെ വീട്ടിലാണ്. ഫാമിലിനോടിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയല്ല, കുടുംബങ്ങളുണ്ടല്ലോ, അങ്ങനെ കുടുംബങ്ങളിലേക്കാൾ കൂടുതൽ ഞാൻ നിന്നിട്ടുള്ളത് അവരുടെയൊക്കെ വീട്ടിലാണ്. നാസർ, ഉണ്ണിയാക്കും, ഇവരുടെയൊക്കെ വീട്ടിൽ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ റിയാസിനൊരു ബേക്കറി ഉണ്ടായിരുന്നു, ബഷീർ അക്ബർ. ഈ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ് മുതൽ ഞാൻ ജോലിക്ക് പോകണമല്ലോ, പഠിക്കണ മുതൽ ഞാൻ ആ ബേക്കറിയിൽ റസ്ക് കൊടുക്കാനും അങ്ങനെയൊക്കെ പൊതിയാനൊക്കെ കൂടിയായിരുന്നു.
ഫുൾ ടൈം അവിടെ ആ വീട്ടിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭാഷയിലൊക്കെ പലപ്പോഴും ഈ ഭാഷകൾ കടന്നു വരും. എന്നോട് പലപ്പോഴും ചോദിക്കും എനിക്ക് എൻ്റെ മതം ഏതാ. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു മതം എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനെയൊന്നും അല്ല എനിക്ക് വലുത്. എനിക്ക് മനുഷ്യൻ എന്നുള്ളൊരു സംഭവമാണ്. അതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയും അമ്മയാണ്. ഈ ഒരു രണ്ട് ഇതാണ്. അവരുടെ മതം നോക്കിയിട്ടല്ല എന്നെ ആ ഉമ്മ ചേർത്തിരുത്തുന്നത്. റിയാസിൻ്റെ അനിയൻ എന്നാണ് എന്നെ എല്ലാവരും പറഞ്ഞിരുന്നത്. പല ആളുകളും എന്നെ പറഞ്ഞിരുന്നത് റിയാസിൻ്റെ വീട്ടിലത്തെ ആളെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷ പോലും അങ്ങനെ വരാറുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ എവിടെ നിർത്തി, എന്താ ഇതിക്ക് വരാനെന്താ കാരണം? അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഇതുവരെ ഞാൻ റാത്താന്ന് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഭാഷകളൊക്കെ ഞാൻ ഉപയോഗിക്കാൻ കാരണം ഈ ഒരു വീടായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അത് ഭയങ്കര ബന്ധമാണ്. അത് അവിടെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസികൾക്കൊക്കെ എന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അറിയില്ല. കണ്ണംകുണ്ട് ഭാഗത്ത് എന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനറിയില്ല. ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും. എൻ്റെ പേര് അവിടെ ബാബു എന്നറിയപ്പെടുക. എൻ്റെ അവിടുത്തെ കുട്ടികൾ എന്നെ ബാബുക്കാക്കു എന്നാണ് വിളിക്കുക. എൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടികൾ ഒക്കെ എന്നെ ബാബുക്കാക്കു എന്ന് വിളിക്കുക. അതൊരു ഭയങ്കര മതം നോക്കാതെ ചേർത്ത് നിർത്തുക. അത് ഈ നാടിൻ്റെ ഇപ്പോഴത്തെ കാലത്തിട്ട് ഓരോ വിഷയങ്ങൾ ആളുകൾ പറയുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഉള്ളിൽ ചിരിക്കുക ചെയ്യല്. ഇതൊന്നും അല്ലല്ലോ, അതൊക്കെ എൻ്റെ നാട്ടിലേക്ക് വരി, ഇവിടെ എങ്ങനെയാണെന്ന് പറയാനുള്ളൊരു സാഹചര്യത്തിലൂടെ വളർന്ന ഒരാളാണ്. അവിടെ അങ്ങനെ മാറ്റി നിർത്തും, ഇവിടെ ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, അങ്ങനെ മാറ്റി നിർത്തുന്ന ആളുകളുണ്ട്, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാടുമായി ബന്ധപ്പെട്ട് എൻ്റെ ആ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തലുകളാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. മാറ്റി നിർത്തലിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ചേർത്ത് നിർത്തലുകളാണ്. നമ്മളിവിടുന്ന് വിട്ടു പോകണം. ശരിക്കും നമ്മളെ നാടിൻ്റെ ആ ഒരു വില അറിയണമെങ്കിൽ, നാട്ടുകാരുടെ ഒരു വില അറിയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റ കെട്ടായിട്ട് എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു ജനസമൂഹം ഉള്ള നാടാണ് നമ്മളെ അലനല്ലൂർ, എടത്തനാട്ടുകര പ്രദേശത്തുള്ള മറ്റുള്ള പ്രദേശം ഈ ഒരു ലൊക്കാലിറ്റിയുള്ള ആളൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മിമിക്രി ഐറ്റംസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, പാട്ടാണോ മിമിക്രിയാണോ ഏറ്റവും ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ആ പാട്ടിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ശബ്ദം അങ്ങനത്തെ ഒരു ശബ്ദമായതുകൊണ്ട് പാട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. മിമിക്രിയോട് നല്ല താല്പര്യം. അതിന് കാരണം ബാബുക്ക, നമ്മളെ ഷൈനി ബാബുക്കാൻ്റെ അദ്ദേഹം കാണിക്കുന്ന മിമിക്രി ഒക്കെ കണ്ടിട്ട് പഠിച്ചത്. ബാബുക്കാൻ്റെ മിമിക്രി കാണുമ്പോഴേക്ക് ഭയങ്കര ആഗ്രഹം, ബാബുക്കാനെ പോലെ മിമിക്രി ആണെന്ന്. അങ്ങനെ ഇതുണ്ടായിരുന്നു. പിന്നെ പണ്ട് ഫുള്ള് ഇതാണല്ലോ, CD കാണുക, മിമിക്രി കാണുക. കലാഭവൻ മണി എന്നുള്ളൊരു വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം ഇൻവോൾവ് ആയി, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു സിനിമാ നടൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല മണിച്ചേട്ടൻ, കലാഭവൻ മണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പഠിക്കുക, അദ്ദേഹം ചെയ്യുന്ന പോലെ മിമിക്രികൾ ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. സ്കൂളുകളിൽ മിമിക്രിക്കൊക്കെ എപ്പോഴും ഫസ്റ്റായിരുന്നു. കാരണം രണ്ടാളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫസ്റ്റായിരുന്നു. ബോർഡ് ആക്ടിലൊക്കെ ഫസ്റ്റായിരുന്നു. പാട്ട് പാടി കൊടുക്കുന്ന ഞാൻ എൻ്റെ ഒരു ശബ്ദത്തിൽ കൊണ്ട് പാടാതെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ശബ്ദം മാറ്റി പാടാൻ തുടങ്ങി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ ശബ്ദത്തിൽ പാടിയാൽ മതി കേട്ടോ, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നൊരു സപ്പോർട്ടുണ്ട്. +2 പഠിക്കുന്ന കുറേ കൂടപ്പുറപ്പുകൾ തന്നൊരു സപ്പോർട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ശബ്ദത്തിൽ പാടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ള ആളുകളുടെ വേറൊരു ശബ്ദം അനുകരിച്ച് പാടിക്കഴിഞ്ഞാൽ സ്റ്റേജ് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ സ്കൂൾ കലോത്സവത്തിലൊക്കെ അങ്ങനെ ശബ്ദം മാറ്റി പാടാൻ തുടങ്ങി. ശബ്ദം മാറ്റി പാടാൻ എൻ്റെ ശബ്ദത്തിൽ പാടിയ രസമല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്, അല്ലാതെ അനുകരിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല. അങ്ങനെ പല സ്റ്റേജുകളിലും അതിനുശേഷം പഠിക്കുന്ന സമയത്ത് +2 പഠിക്കുന്ന സമയത്ത് ബാബുക്ക അങ്ങനെ പല സ്റ്റേജിൽ, ചെറിയ സ്റ്റേജിൽ ബാബുക്കാൻ്റെ മിമിക്രീൻ്റെ ഇടയിൽ ഓരോ പാട്ടൊക്കെ പാടിക്കും. അങ്ങനെയൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ എടത്തനാട്ടൊരു ജഷാദ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. ഞാനവിടെ +2 പഠിക്കുമ്പോൾ അവനവിടെ 10ലും 9ലൊക്കെയാണ്. അപ്പോൾ അവനെ ഞാൻ കൂടെ കൂട്ടി, ഞാൻ കൂട്ടി. എനിക്ക് കിട്ടുന്ന സ്റ്റേജ് 100 രൂപ 50 രൂപ കിട്ടുകയാണെങ്കിൽ 25 അവനും 25 ഞങ്ങളങ്ങനെ ഷെയർ ചെയ്തിരുന്നു. പരിപാടി പോയി കഴിഞ്ഞാൽ അവൻ എൻ്റെ വീട്ടിലാണ് കിടന്നതിന്, എൻ്റെ വീട്ടിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് അങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവിടെ നിർത്തിയിരുന്നു, സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പാട്ടിനും കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അതായത് വിവിധ ആളുകളുടെ വോയിസിൽ പാടേണ്ട ഒരു ടാലൻറ്റ് വിഷ്ണുവിനുണ്ട്. അതേപോലെ തന്നെ വിവിധ സ്ക്രീനിൽ ആളുകളെ ഫേസ് കാണുന്ന സമയത്ത് പിന്നെ അവരുടെ ശബ്ദം അനുകരിക്കുന്ന മിമിക്രി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉള്ള ആളാണ് വിഷ്ണു. പാട്ടുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് പഠിക്കാറ്? പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴേ, പാട്ടുകൾ നമ്മൾ ഒരിക്കലും അതിനായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കലൊന്നുമില്ല. ഞാൻ ട്രെൻഡ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദിയിലേക്ക് എന്താ വേണ്ടത് നോക്കും. ഞാൻ ശരിക്കും ആ ഒരു ദിവസം പഠിക്കൽ. ഇപ്പോൾ ഇന്ന് ഒരു പ്രോഗ്രാം, ഇന്ന് ഇപ്പോൾ എടത്തനാട്ടുകര സ്കൂളിലൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ പരിപാടിയാണെങ്കിൽ തലേ ദിവസം നാളെ ആ സ്കൂളിലത്തെ കുട്ടികൾക്ക് ഏത് പാട്ടാണ് ആവശ്യപ്പെടുക എന്ന് ആലോചിക്കും. അപ്പം എൻ്റെ മനസ്സിൽ വരിക ഉറപ്പായിട്ടും മേഡൻ്റെയോ ഡാപ്സിയുടെയോ അല്ലെങ്കിൽ റാപ്പ് സോങ് ആയിരിക്കും. ഞാൻ ആ ഒരു ദിവസം നന്നായിട്ട് മെനക്കെടും ആ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്.
കാരണം ഈ പഴയ മലയാള പാട്ടുകൾ പഠിക്കാനൊന്നും അത്ര ഇതില്ല. ഈ ഒരു റാപ്പ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കടുംപിടുത്തം പിടിച്ച പാട്ടുകളാവും, നല്ല വാക്കുകളായിരിക്കും. ഈ കൂടത്തുള്ളൊക്കെ കേട്ടില്ല, ചിന്താതപനി ഇതുകൂടി എന്തൊരു സ്പീഡുള്ള സാധനം എന്നറിയും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഒരു ദിവസമൊക്കെ എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ അത് സക്സസ് ആവലുണ്ട്. പിന്നെ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിൽ പിച്ചും കാര്യങ്ങളൊന്നും നോക്കാത്തതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല. വിഷ്ണു കൂടാതെ ഒരുപാട് TV പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്? ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്നുള്ള ഷോ വന്നത്, ആ സമയത്ത് ഞാൻ എൻ്റെ ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു ഇങ്ങനെ പോകാൻ പറ്റുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി അറിയാത്ത ഒരാളാണ്, അത് മിമിക്രി ഷോ ആണ്, പാട്ടിൻ്റെ ഷോ അല്ല. അപ്പോൾ പാട്ടിന് പോകാൻ പറ്റില്ല, മിമിക്രി ഷോ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ മാഷന്മാരുണ്ട്, ഹരിമാഷ് ഉണ്ടല്ലോ, ഹരിമാഷൊക്കെ പറഞ്ഞു നിങ്ങളുടെ ശബ്ദത്തിന് വ്യത്യസ്തത ഉണ്ട്. അതിൻ്റെ മുമ്പ് പത്മജി ടീച്ചറുണ്ട്, ഞാൻ പുലരി പഠിക്കുന്ന സമയത്ത് പത്മജി ടീച്ചറുണ്ട്. വിഷ്ണുവിൻ്റെ പാട്ട് പാടുന്ന ആളുകളുടെ സൗണ്ടുമായിട്ട് സാമ്യമുണ്ട്, അതൊന്ന് ട്രൈ ചെയ്തോളൂണ്ട് പറഞ്ഞത്. അതായത് ഒരു പാട്ട് ആ പാടിയ ആളുടെമായിട്ട് സാമ്യമുണ്ട്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തോളൂണ്ട് പറഞ്ഞത്. അങ്ങനെ ഹരിമാഷോട് ഞാൻ ചോദിച്ചു, മാഷ് ഇങ്ങനെ ഉണ്ടോ? എന്നിട്ട് ഞാൻ ഹരിമാഷക്ക് ഇങ്ങനെ പാടിക്കൊടുത്തു. അപ്പോൾ ഹരിമാഷാണ് ഇത് കറക്റ്റായിട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടുപോകാം. അങ്ങനെ എൻ്റെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നടക്കൂല, അത് സക്സസ് ആവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പിന്തിരിച്ചു. അങ്ങനെ അത് ഇറങ്ങി തിരിച്ചു വേണ്ടിട്ട് അന്ന് പോയോക്കാന്ന് കരുതി. ഒപ്പം ഇതേപോലെ ഹരിമാഷും സപ്പാൻ്റെ ആകേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, സപ്പ മാഷ, അവരെയും കൊണ്ട് പോയി ഓഡീഷന് പോയപ്പോൾ ഭയങ്കര കയ്യടി. നാദൃഷയുടെ വോയിസിലൊരു പാട്ട് പാടിയപ്പോൾ ഭയങ്കര കയ്യടി. അവർ അത്രയും ഒരു ഓളല്ലാതെ നിൽക്കുന്നൊരു ഓഡീഷൻ ആയിരുന്നത്, മിമിക്രി മാത്രം കെട്ട് നിൽക്കുന്നൊരു ഓഡീഷൻ ആയതുകൊണ്ട് പാട്ട് പാടുന്ന ഒരാൾ, പാട്ട് വ്യത്യസ്തമായിട്ടുള്ള വോയിസിൽ പാടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കയ്യടി കിട്ടി. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരുപാട് ഷോകൾ ഫ്ലവേഴ്സിലും അമൃതയിലും, ഫ്ലവേഴ്സിൽ ഒരുവിധ ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡിൻ്റെ ഷോയിൽ പങ്കെടുത്തു. അങ്ങനെ ഒരുപാട് ഷോയിൽ, ഉത്സവ സൂപ്പർ സ്റ്റാർ, അനന്തരം, അങ്ങനെ കുറേ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഒരു കലാപരമായിട്ടുള്ള ജേണി. അതേപോലെ തന്നെ ഈ പാട്ട് എന്നുള്ള സംഭവം ഒരു പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുണ്ടോ? ഇതൊരു പ്രൊഫഷനല്ല, പാട്ട് അല്ലെങ്കിൽ പാട്ട് മിമിക്രി ഒരു പ്രൊഫഷനായിട്ടല്ല കാണുന്നത്, ഒരു പാഷനാണ്. നമ്മൾ സ്കൂളുകളിലുള്ള അടുത്തുള്ള ആളുകളിലേക്കൊക്കെ, സ്കൂളുകളിലും ഇവിടെയൊക്കെ പോവുക, അവർ പറയുമ്പോൾ പാടുക, കുട്ടികളോട്ട് മിങ്കിൾ ചെയ്യുക, അതൊക്കെ ഭയങ്കര രസമാണ്. പ്രൊഫഷനായിട്ട് കാണുന്നുണ്ട്, ജോലിയുടെ ഭാഗമായിട്ടും കാണുന്നുണ്ട്. അത് അതിനനുസരിച്ച് ആ വേദിയിൽ പോയാൽ എങ്ങനെ കിട്ടും എന്നുള്ള സ്റ്റേജിൽ പോകും. അല്ലാത്ത വേദികളൊന്നും ഒരു പ്രൊഫഷനായിട്ട് കാണാതെ നമ്മളെ കൂടപ്പുറപ്പാട് വിളിക്കുമ്പോൾ അവിടെ പോയി പാടുക, അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് പോകാറുള്ളത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ഷോ വെച്ചത് അലനല്ലൂരാണ്. അലനല്ലൂർ എൻ്റെ ഫ്ലവേഴ്സിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും കൊടുത്തിട്ട് ഒരു വലിയ ഷോ നടത്തി. അത് ചെയ്തത് ഒരു രോഗിക്ക് വേണ്ടിയിട്ട്, ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 30ഓളം ഫ്ലവേഴ്സിലെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഞാൻ അലനല്ലൂർ വലിയൊരു ഷോ നടത്തി. ഒരു പെൺകുട്ടിയുടെ, ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞതിലേക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് അലനല്ലൂർ എല്ലാവരും എന്നെ പരിചയമായി തുടങ്ങിയത്. ആ ഒരു ഷോ വെച്ചിട്ട് അന്ന് ഒരു 1.5 ലക്ഷം രൂപ വരെ സമാഹരിച്ച് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു കല കൊണ്ട് എനിക്ക് സമ്പാദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഏറ്റവും കൂടുതൽ ചെയ്ത് തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമാകാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദികൾ ഇനി ഒരുപാട് നമ്മളെ സമീപ പ്രദേശങ്ങളിലുള്ള, ഞാൻ അന്ന് കളിയാക്കി മാറ്റി നിർത്തിയ സ്കൂളിലൊക്കെ ഇന്ന് ഗസ്റ്റായിട്ട് ഉദ്ഘാടകനായിട്ട് പോയി എന്നുള്ളതാണ്. ഡീൽ അക്കാഡമിൻ്റെ സംഭവങ്ങൾ ഒരു ഭാഗത്തു കൂടി പോകുന്നു, അതേപോലെ തന്നെ മിമിക്രി പാട്ട് ഐറ്റംസ് വേറൊരു ഭാഗത്തു കൂടി പോകുന്നു. ഇതല്ലാതെ വിഷ്ണുവിന് വേറൊരു സംഭവമുണ്ട്. ഈ നമുക്ക് നമ്മളൊരു പാട്ട് എന്നുള്ളതിൻ്റെ അപ്പുറം ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആളുകളെ കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പല പരിപാടി ഏറ്റെടുക്കാൻ തുടങ്ങി. ആങ്കറിങ്, അതുപോലെ മിമിക്രിക്ക് വേണമെങ്കിൽ സ്കിറ്റിൽ കയറണമെങ്കിൽ സ്കിറ്റിൽ കയറാം. ഏഷ്യാനെറ്റിലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ സ്കിറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഇന്ത്യ ക്രിയേഷൻസിൻ്റെ കൂടെ കുറേ ആളുകളപ്പോൾ സ്കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിറ്റുകൾ ചെയ്യുക, കോമഡി ഷോ ചെയ്യുക, പാട്ട്, മിമിക്രി, ഈ ഒരു സംഭവങ്ങളിലൊക്കെ ഞാൻ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇടത്തനാട്ടർക്ക് എന്നെ കൂടുതൽ വിളിക്കൽ പാടാനല്ല, ആങ്കർ ചെയ്യാനാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ആങ്കറിങ് വലിയൊരു സംഭവമായിട്ടല്ല, ഞാൻ ഇതിനേക്കാൾ പെർഫെക്റ്റായി ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ആങ്കറിങ്ങിൽ എന്താ പ്രത്യേകത ഞാൻ കണ്ടെന്താ വെച്ചാൽ, പുറത്ത് നിൽക്കുന്ന ഓഡിയൻസിനെ മടുപ്പിക്കില്ല എന്നുള്ളതാണ്. അത് മാക്സിമം ചളി അടിക്കാച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞിട്ടൊക്കെ അവരെ കയ്യിലെടുക്കാനുള്ളൊരു പരിശ്രമം നടത്താറുണ്ട്. ചിലപ്പോൾ അത് സക്സസ് ആകാനുണ്ട്. ഒരുവിധം ഈ അടുത്ത കാലം വരെ അത് സക്സസ് ആയിട്ടുള്ളൂ. ഇനി അവിടെ നിന്ന് കേട്ട് എന്താവും അറിയില്ല.
ഈ അടുത്ത് വിഷ്ണുവിന് ഒരുപാട് പ്രോഗ്രാം, ഡെയിലി പ്രോഗ്രാം ഉണ്ട്. വിഷ്ണുവിൻ്റെ സ്റ്റാറ്റസിൽ കാണുന്നതാണ് ഈ ഡീൽ അക്കാഡമിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതേപോലുള്ള പ്രോഗ്രാം എങ്ങനെയാണ് രണ്ടും പാടെ കൊണ്ടുപോകുന്നത്? ഇപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ പാട്ടിനൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്ഥാപനം ശ്രദ്ധിക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങൾ പരിപാടി അറിയുമ്പോൾ ഈ അടുത്തിപ്പം ഒരു പരിപാടിക്ക് വിളിച്ചിരുന്നു, നമ്മളെ യുവജന കൂട്ടായ്മയുടെ ഒരു മൈലാഞ്ചി ഫെസ്റ്റോ അങ്ങനെ നടത്തിയായിരുന്നു. അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഡീലിൽ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനന്ന് ഒഴിവായിരുന്നത്. ഡീലിൽ ക്ലാസ് ഒഴിവാക്കിയിട്ട് എൻ്റെ സ്ഥാപനത്തിലുള്ള ഒരു ക്ലാസ് ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിക്ക് ഞാൻ ഇന്നുവരെ പോവില്ല. കാരണം അത് എൻ്റെ നാട്ടുകാരും ദൈവം കൂടി തന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പ്രൊഫഷനും ഇതിൻ്റെ പാഷനാണ്. അപ്പോൾ അതൊഴിവാക്കിയിട്ട് ഒരിക്കലും ഒരു പരിപാടിക്കും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. വിഷ്ണുവിനെ കുറിച്ച് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അന്വേഷിച്ചു. ആ സമയത്ത് ഒന്ന് രണ്ടാളിനോട് പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ റിയലാണ്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്കാഡമിയിലുള്ള കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അതിൽ ഏകദേശം 40ഓളം കുട്ടികൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് പഠിക്കണത് എന്താ വെച്ചാൽ ഇപ്പോൾ റഹീസ് ബായിക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇവിടെ അടുത്തിടെ നമ്മൾ ഈ പാലിറ്റീവ് രോഗികളുടെ കുട്ടികളൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക. അതുപോലെ അച്ഛൻ മരണപ്പെട്ട കുട്ടികൾ, അങ്ങനെ നിർദ്ധരായ കുട്ടികൾ, അത് 12 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. ഒരു കുട്ടി ഓഫീസിലേക്ക് ആദ്യം ഡീലിൽ ചേരാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പാഠപുസ്തകത്തിലെ പാഠങ്ങളല്ല പറഞ്ഞു കൊടുക്കുക, ജീവിതമാണ് പറഞ്ഞു കൊടുക്കുക. അച്ഛൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാട് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. അച്ഛനും അമ്മയും എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി, ഉപ്പയും എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞു കൊടുക്കുക. അതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി പോലും അത് അച്ഛനമ്മേനെയും പഠിക്കുന്ന അല്ലെങ്കിൽ പേരൻസിനെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കൽ പോലും തെറ്റിയില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം അതാ, എല്ലാ സെൻറ്ററുകളും ഇങ്ങനെ കുട്ടികളെ ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കുട്ടികളെ ഒരു പ്രായത്തിലുള്ള ഈ 15-16 കുട്ടികളെ ആഗ്രഹിക്കുന്ന ലൈഫ് അവരെ എന്തും ആഗ്രഹിക്കാൻ പറ്റും. പക്ഷെ അതല്ല ചെയ്തു കൊടുക്കേണ്ടത്. ഒരു കോളേജ് ലൈഫ് ഒരിക്കലും 15 വയസ്സായ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. മക്കൾ തമ്മിൽ അവർക്ക് എന്താണ് തെറ്റ് ശരിയെന്ന് അറിയില്ല. തുറന്ന് പറയുകയാണ്, ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളത് വ്യത്യസ്തം തന്നെയാണ്. 15 ഈ ഒരു കൗമാരപ്രായത്തിൽ അവർക്ക് അതറിയില്ല. ആ ഒരു വ്യത്യസ്തത നമ്മൾ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇതൊക്കെ ഞാൻ പരിശ്രമിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു തലമുറേനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ലൊരു കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് കുറേ കാര്യങ്ങൾ ഡിസ്റ്റൻസ് ചെയ്യണം. അത് ഏത് കൾച്ചറിലും, ഇപ്പോൾ മതപരമായിട്ടാണെങ്കിലും മതം നല്ലതാണ്. അതിനെ കൂടുതൽ വർഗീയവൽക്കരിക്കുമ്പോഴാണ് മതം എപ്പോഴും പ്രശ്നമാണത്. അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമാണെങ്കിലും അതിനെ ബഹുമാനിച്ച് അതിലെ നന്മ വശങ്ങൾ ഉൾക്കൊണ്ട് ഒരു കുട്ടിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും തെറ്റിൽ പോകാൻ സാധ്യതയില്ല. അപ്പോൾ മതമായാലും സമൂഹത്തിനായാലും പേരൻസിനായാലും പഠിച്ചു പോണ കുട്ടിക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു പേരൻറ്റ് ഒരു ദിവസം ഒരു വെല്ലിപ്പ കടന്നു വരിക ഡീലേക്ക്, വളരെ വിഷമത്തോടെ വരുന്നത്. അപ്പോൾ എന്താ മോള് ഡീലിൽ ചേരുക, അപ്പോൾ എത്രയാണ് ഫീസ് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഫീസൊക്കെ പറഞ്ഞു. എന്താ മോള് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഏത് സ്കൂളിലാണെന്നൊക്കെ ചോദിച്ചു, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പോൾ ഇതാരോ ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിയുടെ വെല്ലിപ്പേണെന്ന് പറഞ്ഞു. ആ വെല്ലിപ്പേണെന്ന് പറഞ്ഞു. അപ്പോൾ വെല്ലിപ്പേണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കുട്ടിയുടെ ഒപ്പം വന്നില്ല ചോദിച്ചു. അപ്പോൾ മോളുടെ കണ്ണ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു ഓളപ്പം മരിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ, ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ്. അതിലേക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഉപ്പാൻ്റെ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഒക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയം അതിൽ ഞാൻ പറഞ്ഞു ഉപ്പയല്ലോ നഷ്ടപ്പെട്ടിട്ട് കാക്കുമായിട്ട് ഞാനുണ്ട് പറഞ്ഞു. അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിച്ച് കുട്ടി പേടിക്കണ്ട, ഞാൻ ഈ കുട്ടീനെ ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ട് നട്ടാ കുട്ടീനോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വല്യപ്പ പറഞ്ഞു എത്ര ഫീസ് ചോദിച്ചു. കാക്കുമാർ അനിയത്തിമാരെ പഠിപ്പിക്കാൻ ഫീസ് വാങ്ങൂല. അതിൽ ഈ വല്യപ്പണ്ട് കരഞ്ഞു, ഈ മോളോണ്ട് കരഞ്ഞു. ഇതാണ് ശരിക്ക് ഒരു പേരൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം പ്രയാസമുണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് എൻ്റെ ഏട്ടനായിട്ട് കാണുന്ന ഒരാൾ നഷ്ടപ്പെട്ട വേദന എനിക്കിപ്പോഴും ഉണ്ട്. ആ കുട്ടികളെ വേദന നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് പേരൻസ് നഷ്ടപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഈ അടുത്ത് ഒരു 3 മാസം മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി അവളുടെ അമ്മയും വന്ന് അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ അമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മേനെയും കുറിച്ചാണ് ഞാൻ ആദ്യം പറയല്ലോ കുട്ടികളടുത്ത്. ഇങ്ങനെ സംസാരിച്ച് അച്ഛൻ മരിച്ചു പറഞ്ഞു. അപ്പോൾ ആരുടെ കുട്ടിയാണ്? അപ്പോൾ എന്നെ ആളുടെ പേര് പറഞ്ഞു. അതിലിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക.
അതിൽ എന്നിട്ട് ചേർക്കുമ്പോൾ തന്നെ ഞാൻ റെസിപ്റ്റ് എഴുതി കൊടുത്തു, അഡ്മിഷൻ ഫീസും വാങ്ങി റെസിപ്റ്റ് എഴുതി കൊടുത്തു. അതിൽ എന്നിട്ട് ആരെ കുട്ടിയാണ് ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ റെസിപ്റ്റ് എടുത്ത് കീറി, എന്നിട്ട് വേസ്റ്റ് ബോക്സിലിട്ടു. എന്നിട്ട് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കുട്ടീനെ പഠിപ്പിക്കാൻ എനിക്ക് ഫീസ് വേണ്ടാകും. പേരൻസിൻ്റെ പ്രയാസമാണത്. രക്ഷിതാക്കൾക്ക് എത്രത്തോളം ഒരു പേരൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ അമ്മേൻ്റെ വില മനസ്സിലാവുള്ളൂ. എപ്പോഴും അതാണ്, അവർക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ വില മനസ്സിലാണെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. മറ്റെന്തിനും റീപ്ലേസ്മെൻ്റ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. മൊബൈൽ മാറ്റാം, അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് മാറ്റാം, വസ്ത്രം മാറ്റാം, സ്കൂള് മാറ്റാം, എല്ലാം മാറ്റാം. നമുക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരേ ഒരു സംഭവം നമ്മളെ അച്ഛനും അമ്മേനാണ്. നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും അതേപോലെ തന്നെ വിവിധ ട്യൂഷൻ സെൻ്ററുകളുണ്ട്, അധ്യാപകർ. അവർക്കെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു മോട്ടിവേഷൻ സ്പീക്ക് ഉണ്ട് എന്ന് എനിക്ക് ഒരുപാട് അറിയാം. അപ്പോൾ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഉപദേശം ഇതാണ്, മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഇതാണ്. അച്ഛനും അമ്മയും പറയുന്നത് പേരൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈഫ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പക്വത എത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നിങ്ങൾക്കറിയാം അത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തെറ്റെന്താണെന്ന് അറിയില്ല. അവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അവർ ചിലപ്പോൾ നല്ലതായിക്കോളണം ചെയ്തോളണം എന്നില്ല, അവർ നല്ലതാവില്ല ചെയ്യണത്. അപ്പോൾ അവർ ചെയ്യണത് പോലെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് മാതൃകയാക്കരുത്. നന്മ എവിടെയാണോ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക. നല്ല കുട്ടികളെ ഏതാണ് അവരുടെ കൂടെ കൂട്ടുകൂടുക. അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൂടാതെ അവർ പറയുകയാണ് എന്നെ കളിയാക്കുകയാണെന്ന് പറയുമ്പോൾ പോകണ്ട, ഒരിക്കലും അങ്ങോട്ട് പോകരുത്, അവർക്ക് പോകരുത്. അപ്പോൾ നമ്മൾ അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വിജയിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ, നമ്മളെ പേരൻസിൻ്റെ മുമ്പിൽ, നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഉപദേശങ്ങളാണ്, ഈ ഒരു റൂളാണ് ഡീലിൻ്റെ റൂള്. പഠനത്തിൻ്റെ ഒപ്പം നല്ലൊരു കുട്ടികളെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് എല്ലാവരും എനിക്കൊരു റിക്വസ്റ്റാണ്, അത് കാണുന്ന എല്ലാവർക്കും എല്ലാ പ്രദേശങ്ങളിലും ട്യൂഷൻ സെൻ്ററുകളുണ്ട്. എല്ലാവരും ഇതൊന്ന് മാതൃകയാക്കണം. നമ്മളെ മക്കളെ ചേർത്ത് നിർത്താൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക്. അതൊന്ന് കുട്ടികളിലേക്ക് എത്തിക്കുക. 15, 16 വയസ്സായ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ എന്താണോ ആവശ്യം അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. അത് പഠനമാണ് ആ കുട്ടികൾക്ക് ആവശ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. വേർതിരിവേണ്ടടുത്ത് വേർതിരിച്ച് കൊടുക്കണം, മാറ്റി കൊടുക്കേണ്ടത് മാറ്റി കൊടുക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, മോട്ടിവേഷൻ കൊടുക്കേണ്ടടുത്ത് മോട്ടിവേഷൻ കൊടുക്കണം, പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കണം. എൻ്റർടൈൻമെൻറ്റ് ഒരിക്കലും അധികമാവരുത്. ഈ എന്തൊക്കെ തെറ്റുകളുണ്ട് അതൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. തെറ്റും ശരിയും ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ട്യൂഷൻ സെൻ്ററുകൾക്ക് നന്നായിട്ട് അതിന് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു റിക്വസ്റ്റാണ്. അത് നിങ്ങളെങ്ങനെയും ഇതിലൊന്ന് പറയണം. കാരണം എനിക്ക് ഡീലിലെ കുട്ടികൾ മാത്രമൊന്നുമല്ല എൻ്റെ കുട്ടികളായിട്ട് കാണുന്നത്. ഈ സമൂഹത്തിലുള്ള എല്ലാ കുട്ടികളും എൻ്റെ മക്കളാണ്, അടുത്ത തലമുറയാണ്. അവരൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ മക്കൾ, നിങ്ങളും എൻ്റെയൊക്കെ മക്കളാണ്. അവരൊക്കെ അവിടെ എങ്ങനെ കണ്ടു ഇവിടെ എങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയ. കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്തിരിക്കാനൊക്കെ അതിനൊക്കെ നമ്മൾക്കിടയിലുള്ള ആളുകൾ ഇടപെട്ട് കഴിഞ്ഞാൽ, കുട്ടികളുടെ ജീവിതത്തിൽ ഇൻവോൾവഡ് ആയി കഴിഞ്ഞാൽ കുട്ടികളൊന്നും അങ്ങനെ തെറ്റിലേക്ക് പോകില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. ചെറുപ്പം തൊട്ട് ആ കുട്ടി ഒരു 8-9 വയസ്സിലൊക്കെയാണ് കുട്ടികൾക്ക് പക്വത എത്തുക. പക്വത മീൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കേൾക്കാനുള്ള കഴിവ് ആ സമയത്തുണ്ട്. ആ സമയത്ത് തന്നെ കുട്ടികളെ ഈ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത്തരത്തിലുള്ള തെറ്റുകളിലേക്കൊന്നും പോകില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് ഡീലിലൂടെ നടത്തുന്നത്. അത് ഈ നേരം വരെ സക്സസ് ആണ്. ഇനി ഇവിടെ നിന്നിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയ ഭയങ്ങളൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. കുട്ടികൾ എന്നോട് പറയാറുണ്ട്, ചില കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് അവിടുത്തെ പോലെ ചെയ്യാൻ പറ്റുമോ, അവിടെ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട്. അപ്പം ഞാൻ എന്താ ചോദിക്കും, പഠനമാണോ? അല്ല. പേരൻസിനെ ബഹുമാനിക്കണമാണോ? അതല്ല. അല്ലെങ്കിൽ മതപരമായിട്ട് അതുമല്ല. പിന്നെ എന്താണ്? ഇവിടെ കുറച്ച് അടിപൊളി ലൈഫാണ്. അപ്പം ഞാൻ പറയും, മക്കളെ അത് ശരിയല്ല, അടിപൊളി ലൈഫ് ഓവറാകാൻ പാടില്ല, അവിടെ ഡിസ്റ്റൻസ് വേണം. അതൊക്കെ ഞാൻ കുട്ടികളെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളെ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി അതാണ്. ഞാൻ ഈ സ്ഥാപനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതാണ് അവിടെ നടപ്പാക്കാൻ പോണത്. വിഷ്ണു വളരെ ഭംഗിയായി തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ ഇത് മുഴുവനായിട്ട് കേൾക്കുന്ന ആരും ഉണ്ടാവില്ല. എന്നാലും ഒരാൾ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും കേട്ടാൽ മതി, അതിൽ നമ്മൾ സംതൃപ്തരാണ്. അതേപോലെ തന്നെ വിഷ്ണുവിന് ഒരുപാട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ്, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ്. ഏതൊക്കെയാണ്? ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പൊക്കും. ഒന്നല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ പഴയതൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പുതിയതൊക്കെ ഇടും. അങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ വാട്സപ്പിൽ 4000-4500 ആളുകളിൻ്റെ സ്റ്റാറ്റസ് കാണും.
അതെങ്ങനെ വെച്ചാൽ 12 വർഷത്തോളമായിട്ടുള്ള രക്ഷിതാക്കളുടെ ബന്ധമാണല്ലോ. വിഷ്ണു അലനല്ലൂർ എന്നാണ് ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട്, ഇൻസ്റ്റാ അലനല്ലൂരാണ് വിഷ്ണു അലനല്ലൂർ ഒഫീഷ്യൽ, പിന്നെ യൂട്യൂബിലും വിഷ്ണു അലനല്ലൂർ തന്നെയാണ്. ഇങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടുകൾ. അലനല്ലൂർ എന്നുള്ളത് എൻ്റെ ഹൃദയമാണ്, അതിൻ്റെ ചങ്കാണ്. അതില്ലെങ്കിൽ വിഷ്ണു ഇല്ല. ഒന്നുമില്ലാത്ത മമ്മൂട്ടി പറയണത് ഒന്നുമില്ലാതെ നിന്ന് വിഷ്ണുവിനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തത് ഈ അലനല്ലൂരാണ്. അപ്പോൾ ഇടത്തനാട്ടുകാർ ഉൾപ്പെടുന്ന നമ്മുടെ അലനല്ലൂർ അങ്ങനെയാണ്. അല്ല ഇടത്തനാട്ടുകാർ, ഞാൻ എൻ്റെ പലരും പറയും ഇടത്തനാട്ടുകാർ പറയുന്നത് അലനല്ലൂർ, പക്ഷെ എൻ്റെ കണ്ണിൽ അലനല്ലൂർ എന്ന് പറയുമ്പോൾ അത് ഇടത്തനാട്ടുകാരേ ഉണ്ട്. അങ്ങനെയാണ്, നമ്മുടെ നാട് മൊത്തം ഉണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. എല്ലാം പ്രിയപ്പെട്ടതാണ്, പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് സമയം നമ്മൾ സംസാരിച്ച് 2.5 മണിക്കൂറിലധികം സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര ഉഷാറായി. ഏതായാലും വന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് എപ്പിസോഡൊന്നും ഇടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കത് മുഴുവനായി ഇടാൻ കഴിഞ്ഞില്ല. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ KTയോടൊത്ത് സൊറ പറയാമെന്നുള്ളൊരു പ്രോഗ്രാം 2 മണിക്കൂറായി, 2 മണിക്കൂറിന് മുകളിലായി തോന്നുന്നുണ്ട്. ഇതിന് എഡിറ്റ് വരണല്ലേ. അപ്പോൾ വലിയ സന്തോഷം. എന്നെ ഇങ്ങോട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പരിഗണന എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പോൾ പരിഗണിച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന് വളരെ സ്നേഹം. ഇത് ഇത്രത്തോളം ഉള്ളിലുള്ളതൊക്കെ പറയാൻ പറ്റി. ചിലപ്പോൾ ചില വാക്കുകളിൽ എൻ്റെ അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. ഞാനൊരിക്കലും ഒരു അഹങ്കാരത്തിൽ സംസാരിച്ചിട്ടില്ല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർ ക്ഷമിക്കുക. അതുപോലെ ഈ ഒരു പ്രോഗ്രാം ഇതൊരു വലിയൊരു നാടിനൊരു ഇതാണ്. കാരണം നാട്ടിലുള്ള ആളുകളൊക്കെ, അറിയപ്പെടാത്ത ആളുകളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് വലിയ സ്നേഹം അറിയിക്കുകയാണ് എന്നെ ക്ഷണിച്ചതിന്, എന്നെപ്പോലെ ഒരാളെ പരിഗണിച്ചതിന്. അപ്പോൾ നമുക്കൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാം അല്ലേ? അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഒരു കലാകാരനായിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്കോ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് എന്നെ വിളിക്കുക. നിങ്ങൾ ഒരു പൈസ, ഒരു പേയ്മെൻ്റ് ഒന്നും തരരുത്. എന്നെ ഫ്രീ ആയിട്ട് വിളിക്കാം. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണമെങ്കിൽ ഒരു രൂപ ഒരു പ്രതിഫലം വാങ്ങാതെ നമ്മുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകും. അത് മരണം വരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുണ്ടാകും. നമ്മളൊക്കെ എന്നാണ് പോകാമെന്നറിയില്ല. ഉള്ള കാലം വരെ ഇവിടുന്ന് ജീവിച്ച് കഴിഞ്ഞ് മരിച്ചു വരുന്ന സമയത്ത് ഒരു 10 ഒരു മാസമെങ്കിലും എന്നെ ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ നാട്ടിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചു പോകുന്ന ഒരാൾ മാത്രമാണ്. ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വലിയ സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ട കാക്കുവിന് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ പാടിയിട്ട് അവസാനിപ്പിക്കാം. ഏതാ പാടുക? ഞാൻ പഴയൊരു മെലഡി പാടുന്നത് എഴുതിയിട്ടത്, പക്ഷേ ഇദ്ദേഹമാണ് ഈ പാട്ട് പഠിപ്പിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ഓക്കെ.